നമ്മുടെ ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നില്ലേ? ഓരോ ദിവസവും ഓരോ തരം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മലപ്പുറത്ത് വെറും 19 വയസ്സ് മാത്രമുള്ളൊരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതും 19 വയസ്സിലൊക്കെ അതിനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിരിക്കുകയാണ്. പഠിക്കേണ്ട പ്രായത്തിൽ, ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ട പ്രായത്തിൽ വീട്ടുകാരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് സത്യം പറഞ്ഞാൽ ഒഴിവാക്കുക എന്ന രീതിയിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിച്ച് അവരൊരു നിലയിലായിട്ട് കല്യാണം കഴിപ്പിക്കുക. ഇപ്പോൾ ഒരു വീട്ടിലെ 2 പേർക്കും ജോലി ഉണ്ടായിട്ടും ആ വീട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എല്ലാത്തിനും സാധനങ്ങൾക്കൊക്കെ ഓരോ ദിവസം കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം എല്ലാവരും ഒരേ കണക്കായിരിക്കത്തില്ല. ചിലവർ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും കണക്ക് പറയും, അല്ലേ? അതെല്ലാം കേട്ടുകൊണ്ട് ഈ പറഞ്ഞ സ്ത്രീകൾ ജീവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലൊരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു ബേസിക് വിദ്യാഭ്യാസം എന്തായാലും ആവശ്യം. ഇപ്പം ഡിഗ്രിയാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. ഏത് ജോലിക്ക് പോകണമെങ്കിൽ ഡിഗ്രി വേണം, അല്ലേ? ഇപ്പം നമുക്ക് വീട്ടിലൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. എന്തെങ്കിലുമൊക്കെ അറിവും ബോധമൊക്കെ ഉണ്ടാവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും കിട്ടണം. ഇതിപ്പോൾ 19 വയസ്സ് മാത്രമുള്ളൊരു കൊച്ചിനെ പിടിച്ച് കെട്ടിച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ആദ്യമേ ശിക്ഷ കൊടുക്കേണ്ടത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ്. ഒരു ബേസിക് വിദ്യാഭ്യാസമെങ്കിലും അതിന് കൊടുത്തിട്ട് ഇതുപോലെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടുകയാണെങ്കിൽ ശരി. അതിനെ പഠിപ്പിക്കാൻ അവർക്ക് വയ്യ, എങ്ങനെയും കല്യാണം കഴിപ്പിച്ചങ്ങ് വിട്ടാൽ മതി, അല്ലേ? സ്വന്തം വീട്ടുകാർ നോക്കാത്തത് ഒരിക്കലും മറ്റൊരു വ്യക്തി നോക്കില്ല. മിക്ക ആളുകളും പറഞ്ഞു കേൾക്കാം, കല്യാണം കഴിച്ച് ഭർത്താവിനോട് പൊക്കോട്ടെ, അവിടെ പൊക്കോട്ടെ, ഇവിടെ പൊക്കോട്ടെ എന്ന്. സ്വന്തം വീട്ടുകാർ സമ്മതിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് മറ്റൊരു വ്യക്തി സമ്മതിക്കുന്നത്? എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ ഇത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് ഇവൻ പറയുന്നത് അതിന് വേണ്ടത്ര സൗന്ദര്യമില്ല, അത് നിറവില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. ഇവനെ പിടിച്ചിരുത്തി സംസാരിപ്പിക്കണം ഇംഗ്ലീഷ്. ഇവൻ എങ്ങനെ പറയുന്നതെന്ന് കാണണമല്ലോ, അല്ലേ? അവൻ ആദ്യം പറയുന്നതെന്ന് അറിയണമല്ലോ. അവനാ പറയാനുള്ള വിവേകം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അല്ലാതെ മറ്റുള്ളവരുടെ രീതിയിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള റീസണാണെന്ന് നമുക്ക് അറിയണമല്ലോ. അത് എന്ത് തന്നെ ആയാലും ഏത് രീതിയിൽ ഒഴിവാക്കാനുള്ള ശ്രമമാണെങ്കിൽ തന്നെയും ആ ഒരു പെൺകുട്ടി കാണിച്ചത് വളരെയധികം ബുദ്ധിമോശമായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു വീട്ടുകാരുടെ ഒരു മോറൽ സപ്പോർട്ടൊക്കെ ഈ സമയത്തിന് ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം വീട്ടുകാർക്ക് മോറൽ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ 19 വയസ്സിൽ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് പറയുന്നത്. ഇതുപോലെ അതിനെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടിട്ട് പിന്നീട് ഇതുപോലെ സംഭവം ഉണ്ടായിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒന്നും ഒരു ഫലവുമില്ല. നമ്മൾ ആ കുട്ടിയോട് സ്നേഹം കാണിക്കേണ്ടത് അതിന് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നതായിരുന്നു. അതൊന്നും തന്നെ കൊടുക്കാതെ അതിനൊരു ബിസിനസ് തുടങ്ങാനുള്ള പൈസ കൊടുക്കൂ, അത് ചെയ്യത്തില്ല. ആ പൈസ വേണമെങ്കിൽ വല്ലവനും കെട്ടിച്ച് സ്ത്രീധനമായിട്ട് രീതി കൊടുക്കും. എന്നാലും ആ ഒരു രൂപ പോലും പെൺകുട്ടിക്ക് കൊടുക്കില്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട്. ഇനിയെങ്കിലും ഇതൊക്കെ കാണുന്ന പെൺകുട്ടികളുള്ള അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ട ബേസിക് വിദ്യാഭ്യാസം കൊടുക്കുക. അവരെ കെട്ടിച്ച് വിട്ട് ഒരു സ്ത്രീധനമായിട്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ ആ കുട്ടിക്ക് തന്നെ കൊടുത്ത് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ആരും ഒപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിൻ്റെ ജീവിതം അത് സ്വന്തമായിട്ട് കരകയറ്റി കൊണ്ടുപോയിക്കോളും. അല്ല വല്ലൊരു വ്യക്തിയുടെ കയ്യിലല്ല ഈ കുട്ടികളെ ഏൽപ്പിക്കേണ്ടത്. മറ്റൊരു വ്യക്തിയല്ല ഈ കുട്ടിയെ നോക്കേണ്ടത്. സ്വന്തം അച്ഛനും അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ നോക്കേണ്ട കടമ. ആ ഒരു കാര്യം പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാരും എന്ന് തിരിച്ചറിയുന്നോ അന്ന് ഈ പെൺകുട്ടികൾ രക്ഷപ്പെടും.